എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ്. അപ്പൊ പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം. ഞാനും അമ്മൂട്ടി വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മൂട്ടി, എന്താണ് ഇന്നത്തെ ഗെയിം? പറഞ്ഞോളൂ. വെറൈറ്റി ചലഞ്ച് ആണ് ഗയ്സ്. യെസ്, പറഞ്ഞോളൂ. ബലൂൺ ചലഞ്ച്. യെസ്, ബലൂൺ ചലഞ്ച് ആണ്. ബട്ട് അടിപൊളി പണിഷ്മെന്റ് ഉണ്ട്. ഈ പണിഷ്മെന്റ് മെയിൻ ആണ് കേട്ടോ. പണിഷ്മെന്റ് ഇല്ലാത്ത പരിപാടി ഇല്ല. അത് തോക്കുന്നവർക്ക് കിടിലം പണിഷ്മെന്റ് കിട്ടും. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നി ഒരു പണിഷ്മെന്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ബട്ട് ഞാനായതുകൊണ്ട് പണിഷ്മെന്റ് എനിവേ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും പണിഷ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ബലൂൺ ചലഞ്ച്. യെസ്. അപ്പൊ ബലൂൺ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാ, എന്താ, എപ്പോഴാ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ അതിനു മുന്നേ ഇന്നത്തെ നമ്മുടെ ഗെയിം ചലഞ്ച് കാണാൻ വേണ്ടി വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. യെസ്. അപ്പൊ അമ്മൂട്ടി, നമ്മള് ബലൂൺസ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നടുക്കൊരു വാട്ടർ പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് അമ്മൂട്ടിക്കും ഒരു സൈഡ് എനിക്കുമാണ്. രണ്ട് സൈഡിലും ബലൂൺസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ ആക്കാന്ന് വെച്ചാൽ അത് എടുക്കുമ്പോഴേക്ക് പൊട്ടിപ്പോകും. അതാണ്. അതായത് നേരെയാക്കി വെച്ചൂടെന്ന് കമന്റ്സ് വരും. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞെന്ന് മാത്രം. അതെ, കാറ്റ് വരുമ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ട്. മാക്സിമം നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ചലഞ്ചിന് ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൈൻഡ് ഫോൾഡഡ് ആണ്. ബ്ലൈൻഡ് ആക്കിയിട്ടാണ് ഓരോരുത്തരെ വിടുന്നത്. അപ്പൊ 4 മിനിറ്റ് ടൈം ഉണ്ട്. നീ നിന്റെ ലൈനിൽ നിന്ന് അപ്പുറത്ത് കയറി പോകരുത്. നീ എന്റെ ലൈനിൽ ഓക്കെ, എന്റെ റൂട്ടിൽ കയറി കളിക്കരുത്. ഞാൻ അത് ആദ്യം പറഞ്ഞേക്കാം. അപ്പൊ ഞാൻ ഗൈഡ് ചെയ്യും. ഗൈഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബലൂണിനായിരിക്കില്ല. ഗൈഡ് ചെയ്യുന്ന മാറി ഇതാക്കിയെങ്കിൽ അത് ഔട്ട് ആവും. അങ്ങനെ ഇപ്പൊ ടിൻസന്റെ കളത്തിൽ കയറിട്ട് ഞാൻ എന്റെ ബലൂൺ പൊട്ടിച്ചാ അത് ഔട്ട് ആവൂല്ലേ? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗൈഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് എന്റെ ലൈനാന്ന് ഞാൻ പറഞ്ഞുതരാം. ബട്ട് നീ അപ്പുറത്ത് പോയിട്ടുണ്ട് എങ്കിൽ നിന്നെ ഔട്ടാക്കി വിടും. അവനവന്റെ കോളത്തിൽ നിന്ന് കളിക്കുക. ഡേഞ്ചർ ആയ സിറ്റുവേഷനിൽ മാത്രം ഞാൻ ഗൈഡ് ചെയ്യും. അതിൽ നീ ആണെങ്കിൽ ഗൈഡ് ചെയ്യും. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്. 4 മിനിറ്റ് ടൈമും ഉണ്ട്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഗെയിം മനസ്സിലായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മനസ്സിലാത്തവർ കാണുക. ഈ രീതിയിലാണ് നമ്മൾ ബലൂൺ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ബലൂണിനൊന്നും നമ്മൾ ഒരു ഗ്യാരണ്ടി പറയുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാറ്റത്ത് അതിന്റെ വഴിക്ക് അതങ്ങ് പോകും. അതിന് കൂടുതൽ ടാസ്ക് ഈ ബ്ലൈൻഡ് ആയി പോകുന്ന ആൾക്കാണ് കൂടുതൽ ടാസ്ക്. ഇത് ഇപ്പൊ നമ്മൾ മൈൻഡിൽ ജസ്റ്റ് തോട്ട് ചെയ്ത് വെക്കും, ഇത് ഇന്ന സ്ഥലത്ത് ഉണ്ടാവുന്നു. പക്ഷെ നമ്മൾ ചിലപ്പം ചെല്ലുമ്പോഴത്തേന് ഇത് അപ്പുറത്തെ സ്ഥലത്ത് ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ബ്ലൈൻഡ് ആക്കിയതിന് ശേഷം ഓപ്പോസിറ്റ് ഗൈഡ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്ക് ഇതെല്ലാം പോയിട്ടൊന്ന് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തിട്ട് അവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആളെ വിടത്തുള്ളൂ. അപ്പൊ അത് നിനക്ക് മനസ്സിലായല്ലോ? ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് വിന്നറിനുള്ള ബലൂൺ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അത് എവിടെയാണ് കാണിച്ചു കൊടുക്കൂ ടിൻച? വളരെ കുഞ്ഞു ബലൂൺ, വിന്നറിനുള്ള ബലൂൺ. ഇത് അമ്മൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ കുഞ്ഞു കുട്ടികളുടെ മനസ്സും കുഞ്ഞു കുട്ടികളുടെ ആഗ്രഹം ആയതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു. എന്നാ പിന്നെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ, ഞാനും വെച്ച് തിരിച്ചു വരുമ്പോ ഇത് തന്നെ ഇതുപോലെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. ഇത് ആദ്യമേ പൊട്ടിക്കരുത്. അപ്പോ അമ്മൂട്ടി, ആരാണ് ആദ്യം ബ്ലൈൻഡ് ഫോൾഡ് ആവാൻ വേണ്ടി പോകുന്നത്? എന്നും ആദ്യം ഞാൻ തന്നെയാണോ? ഇങ്ങനെ പറയുള്ളൂ, പക്ഷെ ഞാൻ ശരി, എന്നാ പിന്നെ റെഡി. അപ്പോ ഞാൻ തന്നെ. ഇതെന്തോടി തലയും കൂടെ കെട്ടുവാണോ? ഇതെനിക്കൊന്നും കാണുന്നില്ലല്ലോ. ദൈവമേ, അപ്പുറത്ത് മമ്മി മുളകൊക്കെ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ മണ്ടയ്ക്ക് വേണ്ടി തെറിപ്പിച്ച് കഴിഞ്ഞാൽ മമ്മി നമ്മള് ഓടിക്കേ. കാണുന്നുണ്ടോ? കാണുന്നില്ല. സത്യാട്ടോ? യെസ്. കണ്ണ് കെട്ടി കഴിഞ്ഞാൽ ഏത്? ഇത് 4. ഇതാ 5. ഇതാ 8. ഓക്കെ, അപ്പൊ സെറ്റ് ആയിരിക്കുകയാണ്. ഇവള് ഒന്നുകൂടെ ഊരി ഇത് ടൈറ്റ് ആക്കി കെട്ടി കേട്ടോ. കാരണം എനിക്ക് എന്തോ കാണുന്നെന്ന് ഇവൾക്ക് സംശയം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഈ സൈഡിലെല്ലാം എവിടെ പോയി, ഈ സൈഡിലെല്ലാം മമ്മി മറ്റേ മുളകും അതൊക്കെ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈഡിൽ ഗെയിം സെറ്റ് ചെയ്തത് കേട്ടോ. ബലൂൺ സെറ്റ് ചെയ്യാണോ? ദൈവമേ, ഇവളെ ഏത് രീതിയിലൊക്കെയാണ് ഇത് ചേഞ്ച് ചെയ്ത് വെക്കുന്നതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. ഇവൾക്ക് അല്ലെങ്കിൽ ഇമാതിരി പരിപാടിയിൽ ഇച്ചിരി ഐഡിയ കൂടുതല. ഡേഞ്ചർ ആവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറഞ്ഞു തരണം കേട്ടോ. അല്ലെങ്കിൽ താഴെ ഇതുണ്ടോ, കണ്ടില്ലേ, അങ്ങോട്ടേക്കെല്ലാം പോയിട്ടുണ്ടെങ്കിൽ മോന്തയും കുത്തി വീഴും. ചലഞ്ചും ഗെയിമും അവസ്ഥയിലേക്കാവും. ആ അവസ്ഥയിലേക്ക് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇവളെന്താണ് ചെയ്യുന്നത്? അതെയാ, ദൈവമേ, ഈ സമയത്ത് കാറ്റൊന്നും വരായിരുന്നാ. കാറ്റൊന്നും ഇന്നില്ല കേട്ടോ. കാറ്റ് ചലിച്ചെങ്കിലേ ഉള്ളൂ. അതെ, കാറ്റ് വന്നു കഴിഞ്ഞാൽ പദം ആകും. ബലൂണ് വഴിക്കും പോകും. ആയോ? ആയില്ല, ഞാൻ ടിൻചനെ കുറച്ച് വേറെ അടുത്ത് കൊണ്ടു നിർത്തട്ടെ. ടിൻചൻ കേട്ടോ, അവിടെയൊക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞാലോ. മമ്മിയുടെ മുളകൊക്കെ
വട്ടം കറങ്ങ. എടി വട്ടം കറങ്ങി തല ഇറങ്ങി ഏതെങ്കിലും കുഴിയിലൊക്കെ ഓക്കെ ഓക്കെ ഞാൻ തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. ടീച്ചർ ഇവിടെ നിർത്തിയേക്കുന്നത് ബലൂൺ എവിടെയാണ് ഗൈസ്? ഓക്കെ ഞാൻ ഇവിടെ റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണോ എന്റെ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതായത് വലത് ഭാഗത്താണോ ഇടത് ഭാഗത്താണോ ഞാൻ എന്റെ റൂട്ട്? വലത് ഏതാ? വലത് 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 എടുത്തോട്ടെ. വലത് ഭാഗം റൈറ്റ് സൈഡ്. ഓക്കെ ആയോ? യെസ്. ഇവിടെ ഇതൊക്കെ ഉണ്ട്. ഓക്കെ സ്ട്രൈറ്റ്. ടൈമർ വെച്ചോ? ഞാൻ പറഞ്ഞു തരും. ടൈമർ വെച്ചോ? ടൈമർ വെച്ചോ. സ്ട്രൈറ്റ് നേരെ പോ. സ്ട്രൈറ്റ് ചവിട്ടരുത്, ബാക്കോട്ട് വാ. ഓക്കെ ഓക്കെ നടക്ക്. അങ്ങോട്ടല്ല, സ്ട്രൈറ്റ് അങ്ങോട്ട്. ഓക്കെ. ടീച്ചർ അത് ഇഷ്ടമുള്ളടത്ത് ഇതാക്കാം, തുടങ്ങാം. എന്തായാലും ഇവിടെ ഒന്നും ഇത് കാണത്തില്ല. ഓക്കെ മാക്സിമം സ്ഥലത്ത് എത്തിയിട്ട് കാണത്തുള്ളൂ. 4 മിനിറ്റ് ആയില്ല, 36 സെക്കൻഡ് ആയി. ഏകദേശം എത്താനായി. ഓക്കെ 43 സെക്കൻഡ് ആയി. എന്താണ്ടൊക്കെ തിരിയുന്നുണ്ട് ആശാന്. ഔട്ട് ഔട്ട്. ബാക്കോട്ട് 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 വാ. ഇപ്പുറത്തേക്ക് ഇങ്ങോട്ടേക്ക്. ഓക്കെ അപ്പുറ സൈഡിലേക്ക് പോയേക്കരുത്. ഓക്കെ ഒന്ന് പൊട്ടി. അടുത്തത് ഒരു മിനിറ്റ് ആയി. ഞാൻ വെച്ച അടയാളമൊന്നുമല്ലല്ലോ. തലയില് തിത്തി താരാ തിത്തി രണ്ടെണ്ണം പൊട്ടിച്ചു. ഓക്കെ 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 ഓക്കെ. ഗാർഗി വന്ന് നോക്കുന്നുണ്ട്. ഇവൻ എന്നാ തേങ്ങയാന്നാ കാണിക്കുന്നത്. ഗാർഗി ഉണ്ട്. ഇവൻ എന്താ അസുഖം ഉണ്ടെന്നാണ്. ഓക്കെ ഗാർഗി മാറിയിട്ടുണ്ട്. ഇനി ധൈര്യമായിട്ട് കളിക്കാം. ഗാർഗി നോക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. 2 മിനിറ്റ് ആയി സമയം. കാലൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇഞ്ചാ. ഇതാണ് ഗൈസ്, ഇതാണ് അങ്ങോട്ട് പോകരുത്. ഇവിടെ അടുത്ത് മുളകുണ്ട്. ഓക്കെ ഓക്കെ അവിടെ തന്നെ ഉണ്ട് ഏകദേശം. ഗാർഗി ഇപ്പൊ കണ്ടുപിടിക്കും. സമയം വെയിറ്റ്. 2 മിനിറ്റ് 44 സെക്കൻഡ്. 2 ഇപ്പൊ ടീച്ചർ ചവിട്ടി ചവിട്ടി ഓരോ ദിക്കിലാക്കിയിരിക്കാണ് ഗൈസ്. എവിടെ? ഓക്കെ 3 മിനിറ്റ് ആയി. വെറും 3 മിനിറ്റ്. ഇനി 1 മിനിറ്റും കൂടി ഉള്ളു. ഓക്കെ പൊട്ടിക്കാൻ 3 ബാക്കി. ഇനി അങ്ങോട്ട് പോരുത്. ഓക്കെ 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 ഓക്കെ. അങ്ങനെ ആകരുത്. 3 മിനിറ്റ്. ഇവൻ എന്തൊക്കെയാ കാണിക്കുന്നത്. ഓക്കെ ഓക്കെ അങ്ങോട്ട് പോരുത്. ഓക്കെ ഓക്കെ ബലൂണാണ് സഹകരിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ 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 ഏകദേശം എത്താനായി. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, എന്നിട്ടും കൂടി ഇതാ ബലൂണ് സഹകരിക്കുന്നുണ്ട്. ബലൂൺ 4 മിനിറ്റായി. 4 മിനിറ്റായി ഗൈസ്. അപ്പൊ ഞാൻ എവിടെയായിരുന്നു ഇത്ര നേരം? ഇതാ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്തേക്കൊന്നും വന്നില്ല. ഇനിയും കാട്ട്. അതെന്റെ അല്ലേ? ഞാൻ ഈ ഭാഗത്തേക്കൊന്നും വന്നില്ലേ? ഇല്ല. അപ്പൊ ഞാൻ എവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ നിന്നത്? അത് വീഡിയോ കാണുമ്പോ ദൈവമേ. എത്ര എണ്ണം? 3 കണ്ട് പൊട്ടിച്ചു. 2. ഓക്കെ ഗൈസ്, നമ്മള് കണ്ണ് കെട്ടിക്കഴിയുമ്പോ നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പൊ നമ്മള് നമ്മള് കുറച്ചധികം നമ്മള് ഐഡിയ ഉണ്ടാവും നമ്മൾ ഇതിന് മുന്നേ പോകുമ്പോഴത്തേന്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് ഇതൊന്നും ഐഡിയ കിട്ടത്തില്ല കേട്ടോ. അപ്പൊ നമ്മൾ നേരെ
അമ്മൂട്ടിനെ ബ്ലൈൻഡ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. യെസ്, ഇനി അടുത്ത എന്റെ ഊഴമാണ് guys. അമ്മൂട്ടിയുടെ ഊഴമാണ്. ഇനി അമ്മൂട്ടിനെ നമ്മൾ കുട്ടനാടൻ മുഞ്ചയിലേതോ. അപ്പൊ നമ്മൾ ഇന്ന് അമ്മൂട്ടിനെ തിത്തിത്താര ജയിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇവർക്കുള്ള ബലൂൺസ് ഒക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. കുറച്ചൊന്ന് അമ്മൂട്ടിക്കുള്ള ബലൂൺ ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓരോന്ന് ഓരോ സൈഡിൽ. എത്ര ബലൂൺ ഉണ്ട് എനിക്ക്? ഓ, എത്ര ബലൂൺ ഉണ്ട് എനിക്ക്? നിനക്ക് സെയിം തന്നെയാണ്. ആണോ? അമ്മൂട്ടിനെ ഫുള്ള് കൺഫ്യൂസ് ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ചന്ദ്രകലാകര ഭഗവാനേ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട് പറയുന്നതിന് മുന്നേ ടൈമർ വെക്കട്ടെ. അമ്മൂട്ടി ഇതാ ഇവിടെയാണ് കേട്ടോ നിൽക്കുന്നത്. എനിക്ക് ടൈമറിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പെട്ടെന്ന് പൊട്ടിക്കും. എന്നാ പിന്നെ നമുക്ക് കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. യെസ്, പൊക്കോ പൊക്കോ പൊക്കോ, നേരെ നേരെ നേരെ. അവിടെ നിൽക്കരുത്, അത് ആ സൈഡ് പോകരുത്. ഓക്കെ, സ്ട്രേറ്റ് സ്ട്രേറ്റ് സ്ട്രേറ്റ്. സ്റ്റോപ്പ് ബൈക്ക്, സ്റ്റോപ്പ് ബൈക്കിൽ പോയി ചവിട്ടിയാലേ. ഓക്കെ, കം 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 കം. ഓക്കെ, സ്ട്രേറ്റ് സ്ട്രേറ്റ്. സ്റ്റോപ്പ്, എൻ്റെ ബൈക്ക് തള്ളി താഴെ. ഓക്കെ, കം കം കം. സ്റ്റോപ്പ്. ഇതാണ് പൊസിഷൻ. ഈ പൊസിഷനിൽ നിന്നിട്ടാണ് നിന്റെ അഭ്യാസ മുറകൾ നടക്കേണ്ടത്. എത്തി. അത് ഇത്തൈ തകാതെ. ഓ മൈ ഗോഡ്. ഒന്നേ. ഓ തിത്തിത്താര. ദൈവമേ അല്ല. പോട്ടെ. ഓ ദൈവമേ, 2. ദൈവമേ, ഇവൾക്കെല്ലാം ഒരുമിച്ചായി. എന്റെ ദൈവമേ, 3. ഇതെല്ലാം ഒരുമിച്ചായി പോയില്ല. ആവശ്യമില്ലാത്ത സമയത്ത് കാറ്റും വരൂല. കാറ്റും ഇല്ല, ഒരു തേങ്ങ. കാറ്റ് പെയ്ത് തരാറാ. നീ താളം അടിച്ച് നീ ഇതിന്റെ അപ്പുറം പോകരുത്. ഏകദേശം ഇവിടെ വിൻ ചെയ്ത് കേട്ടോ. 3 കവിഞ്ഞു. അപ്പൊ നമ്മൾ 4 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്ര ആകുന്നു. അങ്ങോട്ട് പോകണ്ട, അത് ലൈനാണ്. ഇനിയാണ് ഇവിടെ കംപ്ലീറ്റ് കോമഡി നടക്കാൻ വേണ്ടി പോകുന്നത്. സാധനം അവിടെ തന്നെ ഉണ്ടേ. അമ്മൂട്ടി ഫുള്ള് തപ്പി നടക്കുകയാണ് കേട്ടോ. നീ തപ്പി നടക്ക് കുറച്ചുകൂടെ. നിന്നെ ഹെൽപ്പ് ചെയ്ത് അത് അടുത്ത് നിന്റെ അടുത്തുണ്ട്. നിന്റെ അടുത്തുണ്ട്. അവിടെയുണ്ട്. ചവിട്ടെ. അത് തന്നെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കി കളഞ്ഞല്ലോ. കമോൺ. അത് തന്നെ. കമോൺ. ചവിട്ട്. അതെ. ഒന്നുകൂടെ. അമ്മൂട്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതാണ്. ഇവിടെ ആള് പുലി തന്നെ കേട്ടാ. ദൈവമേ, ഇനി നീ ഓൾറെഡി വിൻ ചെയ്തിരിക്കുകയാണ്. ഇല്ല, വിൻ ചെയ്തിട്ടില്ല. ബാക്കി 2 കൂടെ ടൈം നിനക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അയ്യോ, അവിടെ പിടിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇങ്ങോട്ട് സ്റ്റോപ്പ്. ഞാൻ ടൈമർ ഒരു നേരം ഒന്ന് പോസ് ചെയ്യും. ഞാൻ ടൈമർ നോക്കുന്ന സമയം കൊണ്ട് ഇവള് ഭിത്തിയിൽ പോയി ഇടിച്ചു ഓൾറെഡി അമ്മൂട്ടി വിൻ ചെയ്തിരിക്കുകയാണ്. 2 ഉണ്ട്. 2 ബലൂൺസ് ഉണ്ട്. ഈ 2 ബലൂൺസ് നിനക്ക് സിമ്പിൾ ആയിട്ട് ചവിട്ടിടേണ്ട രീതിയിൽ ഞാൻ വെച്ച് തരാം. ചവിട്ടിക്കോ. നിന്റെ കാലിന്റെ കീഴിൽ തന്നെ ഉണ്ട്. റെഡി. ഓക്കെ, പോട്ടെ, തുടങ്ങട്ടെ. അവിടെ തന്നെ. വേറെ എങ്ങോട്ടും പോണ്ട. കറക്റ്റ് കിട്ടും നിനക്ക്. ബാക്കിലേക്ക് വാ. കുറച്ച് ബാക്കിലേക്ക് വാ. കമോൺ. നടന്നു നേരെ നടന്നു. സ്ട്രെയിറ്റ്. അതാ നിന്റെ ഫ്രണ്ടിൽ തന്നെ. യെസ്. അതിന് കുറച്ച് അതന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക്. അതാ പറ്റിച്ച്. അതന്നെടി നീ ചവിട്ടി. കുറച്ച് ഫ്രണ്ടില്, കുറച്ച് ബാക്കിൽ, കുറച്ച് നേരെ ഫ്രണ്ടിലേക്ക് വാ. നീ എങ്ങോട്ടാ എന്റെ അമ്മൂട്ടി പോതെ? നേരെ എന്റെ ഫ്രണ്ടിലേക്ക്. കമോൺ. ഇനി കുറച്ച് എന്റെ സൗണ്ട് കേൾക്കുന്ന ഭാഗത്തേക്ക് വാ. കമോൺ. അതാ അവിടെ തന്നെ ഉണ്ട്. പൊട്ടിച്ചോ. യെസ്, അവിടെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു കുഞ്ഞിത്.
അതന്നെ എന്റെ മോനെ പൊളി. അഴിച്ചോ. അത് ഞാൻ പൊട്ടിക്കാനുള്ള അവസരം തരാം. അവിടെ നിന്റെ വിൻ ചെയ്ത ബലൂൺ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ വാ എന്റെ കൂടെ വാ, ഇപ്പൊ കാണിച്ചു തരാം നിന്റെ വിൻ ചെയ്ത ബലൂണിന്റെ അവസ്ഥ. അയ്യോ ബൈക്കിലൊന്നും പോയി ഇരിക്കില്ലേ? പോയെടുത്തു. തല അവിടെ ഇവിടെ ചുണ്ടിങ്ങ ബലൂണായി പോയി. കാറ്റ് വേണ്ടിട്ട് അവസ്ഥയായി പോയടേ. സോറി അറിയാ, സോറി. മതി, അഴിച്ചോ. എടി അത് നീ കണ്ണഴിക്കുക, എന്നാലല്ലേ നിനക്ക് എത്രത്തോളം നിന്റെ വിൻ ചെയ്ത ബലൂൺ നീ നേരത്തെ എത്രത്തോളം എടുത്തു വെച്ച ബലൂൺ നീ എടുത്ത ഇതിനായിട്ട് വേദന ഞാൻ കളിക്കാത്തതായിരുന്നു. ഈ ഒരു പ്രോത്സാഹനം അങ്ങനെ 4 മിനിറ്റ് കൊണ്ട് 4 മിനിറ്റിന് മുന്നേ അമ്മൂട്ടിയുടെ എല്ലാ ബലൂൺസും അവരോട് ചവിട്ടി പൊട്ടിച്ചൊക്കെയാണ്. നിനക്ക് ഞാൻ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്റെ ഭാഗത്തിന് എല്ലാ ബലൂണും ഞാൻ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. അമ്മൂട്ടി സന്തോഷമായില്ലേ? നീ എങ്ങനെയെല്ലാം കണ്ടുപിടിച്ചേ? എങ്ങനെ നീ എല്ലാ ഗെയിമിലും ഇങ്ങനെ വിൻ ചെയ്യാൻ സാധിക്കുന്നു? അത് എന്റെ ഒരു കഴിവാണ്. മതി. അപ്പോ തോറ്റവർക്കുള്ള പണിഷ്മെന്റ് കൊടുക്കണ്ടേ? ഉണ്ട്, അത് നമ്മൾ ഉണ്ട്. അപ്പൊ പണിഷ്മെന്റിനുള്ള സമയം ആയി കേട്ടോ. അപ്പൊ പണിഷ്മെന്റിലേക്ക് പോവാം. അങ്ങനെ നമ്മൾക്കുള്ള പണിഷ്മെന്റ് ഇതാ വന്നു കഴിഞ്ഞു കേട്ടോ. ഇതാണ് പണിഷ്മെന്റ്. നന്നായി കളിച്ചില്ലെങ്കിൽ നല്ല പോലെ അടിമേടിക്കും. ഓക്കെ, ഇത് നമ്മുടെ വീഡിയോസിൽ നമ്മൾ ഗെയിംസ് വരുന്നു. ഗെയിംസിൽ നന്നായിട്ട് പെർഫോം ചെയ്യാതെ തോറ്റു പോകുന്നവർക്ക് എന്താണ് സോ ദാ കിട്ടാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇങ്ങോട്ടേക്ക് പതിയാണ് കേട്ടോ. എന്തേലും പറയാനുണ്ടോ? എനിക്ക് പറയാനില്ല, നീ പതിയെ അടിക്കാവൂ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്താ ആദ്യമായിട്ട് അടിച്ചിട്ട് ഒരുത്ത ചിരിക്കുന്ന കാണുന്നു. കൈയും കാലും വയ്യാത്തവനാണ് എന്തെങ്കിലും നിനക്കും വരും ഒരു ദിവസം അമ്മൂട്ടി, തീർത്തിരിക്കും. 2 കാലം എത്തിയില്ലേ? നമ്മള് ഓരോരോ ഗെയിംസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളും പറഞ്ഞോളൂ കേട്ടോ. ഇതുപോലുള്ള ഗെയിംസ് കൊടുക്കേണ്ടിയിരിക്കണം. എനിവേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഞാൻ തിരിച്ചു വരുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ കൂടെ തന്നെ വരിക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.